ത്തിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുപ്പിക്കുന്നതിൽ കൂടുതൽ നമുക്ക് ഹോസ്പിറ്റലിൽ പേ ചെയ്യാനായിട്ട് പൈസ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പണം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് എൻ്റെ സാലറി എനിക്ക് ഈ 30-ാം തീയതി കിട്ടും. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് സാധനങ്ങൾ ഈ കടയിൽ നിന്ന് മേടിച്ചോട്ടെ. 1 കിലോ അരി മേടിച്ചുകൊണ്ട് വീട്ടിൽ വരികയും അത് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുകയും ചെയ്ത ഒരവസ്ഥ സൗദിയിലുണ്ട്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനിരിക്കുന്നത് നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ ലൈഫിൽ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾക്കൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ ഒരു 25 മിനിറ്റ്സ് കാണും. അപ്പോൾ അത്രയും ക്ഷമയില്ലാത്ത ആളുകൾ ഇത് കാണണമെന്നില്ല, നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ചില വീഡിയോകളുടെ താഴെ വന്ന് ചില ആൾക്കാർ പറയും, ചേച്ചി എന്തിനാ വലിച്ചു നീട്ടി പറയുന്നത് എന്നൊക്കെ ചോദിച്ചു. 1-2 വാക്കിൽ പറയാൻ ഉള്ളത് എന്ന് പറഞ്ഞാൽ മോഡലിങ്ങോ വീഡിയോസോ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. നമുക്ക് ഈ 1 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ ചിലർക്ക് കഴിവ് കാണും, പക്ഷേ എനിക്ക് ആ കഴിവില്ല. അതുകൊണ്ടാണ് എൻ്റെ വീഡിയോയിലൂടെ എനിക്ക് എന്ത് കാര്യം പറഞ്ഞാലും കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയണം എന്നുള്ള ഒരു താല്പര്യമുണ്ട്. കാരണം ഞാൻ അങ്ങനെയാണ്, ഏത് യൂട്യൂബ് വീഡിയോ കണ്ടാലും എനിക്ക് അവിടെ എവിടെയും തൊടാതെ കാര്യങ്ങൾ പറയുന്നതിലും എനിക്ക് താല്പര്യം. എനിക്ക് ആ കാര്യത്തെ മുഴുവനായിട്ട് വിശദമായിട്ട് ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഞാനത് ക്ഷമയോടെ കേട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ എന്നെപ്പോലത്തെ കുറച്ച് ആളുകളെങ്കിലും നമ്മളുടെ കാഴ്ചക്കാരായിട്ട് ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിശദമായിട്ട് ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ എല്ലാ സമയത്തും ഞാൻ എപ്പോഴും തന്നെ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് എക്സ്ട്രാ ഒരു ഇൻകം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, എന്തിനാണ് ഇതെല്ലാം ഉണ്ടാക്കിക്കൂട്ടുന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ പണം നമ്മൾ സമ്പാദിക്കുന്നത്, പണം നമ്മളുടെ ജീവിതത്തിലെ സന്തോഷം നശിപ്പിക്കും, പണം നമ്മളുടെ ജീവിതത്തിലെ സമാധാനം ഇല്ലാതെയാക്കും എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ എപ്പോഴും കേട്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് വളരെ തീർത്തും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നമ്മളുടെ എക്സ്ട്രാ പണം നമ്മൾ സമ്പാദിക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മളുടെ ലൈഫിൽ ചെയ്യാനായിട്ട് പറ്റും. ഏറ്റവും അധികം എനിക്ക് പണം കൊണ്ടുള്ള ആവശ്യം വന്നത് എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ വളരെയധികം സിക്കായി ഹോസ്പിറ്റലിൽ കുറേ നാൾ കിടക്കുകയും അതിന് തുടർന്നുള്ള ചികിത്സയ്ക്കും ആവശ്യമായിട്ട് പണം വേണ്ടി വന്നപ്പോഴാണ് ഈ പണത്തിൻ്റെ വിലയെപ്പറ്റി ഞാൻ മനസ്സിലാക്കിയത്. നമ്മൾക്ക് ആ ആൾക്ക് രോഗമുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ആ ആളെ രോഗത്തിൽ നിന്ന് റിക്കവറി ചെയ്ത് എടുപ്പിക്കുന്നതിൽ കൂടുതൽ നമുക്ക് ഹോസ്പിറ്റലിൽ പേ ചെയ്യാനായിട്ട് പൈസ ഇല്ലാതാകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് പണം എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഏത് അസുഖം വരട്ടെ, അല്ലെങ്കിൽ ഏത് ബുദ്ധിമുട്ട് ലൈഫിൽ വരട്ടെ, ഇപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, ഇപ്പം ഈ നാട്ടിൽ ട്രീറ്റ്മെൻറ്റ് ഇല്ലാത്ത രോഗങ്ങൾക്ക് പുറത്തൊരു സ്ഥലത്ത് പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പണമുണ്ടെങ്കിൽ മാത്രമേ ആ രോഗിയെ നമുക്ക് രക്ഷപ്പെടുത്താനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ പണത്തിനെ സംബന്ധിച്ച് നമുക്ക് എപ്പോഴും നല്ല കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. പണം കൂടി വരുമ്പോൾ നമ്മളുടെ സ്നേഹം നശിക്കുമോ എന്ന് പറയുന്നത് തീർത്തും തെറ്റാണ്. ഇപ്പോൾ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ തന്നെയാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് പണമുണ്ടെങ്കിൽ നമ്മളുടെ സ്നേഹബന്ധം കൂടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മളിപ്പോൾ വൈഫിനോട് ഒരു 10 രൂപ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ എൻ്റെ കയ്യിലില്ല, ദാരിദ്ര്യം പറയുമ്പോൾ അവർ 4ാമത്തെ തവണ ചോദിക്കുമ്പോൾ അവരത് ഫെഡപ്പാകും. തിരിച്ചും അങ്ങനെ തന്നെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഭർത്താവിനോട് പലതവണ പണം ചോദിക്കുമ്പോഴും അത് ഇല്ല എന്നുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ ആ സ്ത്രീയും ഫെഡപ്പാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിനെയോ വൈഫിനെയോ ആശ്രയിക്കാതെ നമുക്ക് തന്നെയായിട്ട് ഒരു ഇൻകം എങ്ങനെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് നിങ്ങളൊരു കോടീശ്വരനാകണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ കണക്കില്ലാത്ത പണം സമ്പാദിക്കണമെന്നോ ഒന്നുമല്ല പറയുന്നത്. മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾക്ക് എങ്ങനെ നമ്മളുടെ കാലിൽ നിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം.
ഞാൻ സൗദി അറേബ്യയിലായിരുന്നപ്പോൾ ഞാൻ ആദ്യകാലത്ത് സൗദിയിൽ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ജോലിക്കായിട്ട് പോകുന്ന സമയത്ത് എനിക്ക് ആദ്യത്തെ ശമ്പളം എന്ന് പറയുന്നത് 1500 റിയാൽ മാത്രമായിരുന്നു. അപ്പോൾ 1500 റിയാലിൽ ഞാൻ ജോലിക്ക് കയറി കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് നമ്മളുടെ ഇക്കാമ, അതായത് നമ്മളുടെ ആധാർ കാർഡ് പോലെയുള്ള ഇക്കാമ, അത് എല്ലാം എടുക്കുന്നതിന് ആ കാലത്ത് നമ്മളുടെ സാലറിയിൽ നിന്നാണ് പൈസ കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഫ്യൂ ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആ പൈസ എടുക്കുന്നത്, അല്ലെങ്കിൽ വേറെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ കമ്പനി തന്നെയാണ് പൈസ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇക്കാമയുടെ കട്ടിങ് എന്ന് പറയുന്നത് ഒരു വലിയ, അതായത് ഓരോ മാസവും 100 റിയാൽ വെച്ച് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്നു. ആ 100 റിയാൽ നമ്മളുടെ സാലറിയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ട് ആകുന്ന ഒരവസ്ഥയാണ് ആ ഒരു സമയത്ത്. വ്യത്യാസമുണ്ട്, ആ കാലത്തിനനുസരിച്ചുള്ള വ്യത്യാസം. എന്നിരുന്നാൽ പോലും ഒരു ഹ്യൂജ് ഡിഫറൻസ് ഇല്ല. അപ്പം നമ്മുടെ സാലറി അന്ന് വളരെ കുറവ്. അപ്പോൾ നമുക്ക് അവിടുത്തെ കാര്യങ്ങളെ ടാക്സോ മറ്റു കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും നമുക്ക് വീട്ടിലേക്ക് പൈസ അയച്ചു കഴിഞ്ഞാൽ നമ്മുടേതായ ആവശ്യത്തിന് പൈസ ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സൗദി അറേബ്യയിലേക്ക് വന്ന ഒരു സമയമാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് ജോലി ഇല്ലാത്ത ഒരു സമയമാണ്. ഇങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊരു വലിയൊരു സർജറിക്ക് എനിക്ക് വിധേയമാകേണ്ടി വന്നു. അപ്പോൾ ഈ സർജറി കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ കാലം എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തതായിട്ടുള്ള ഒരു അവസ്ഥ വന്നു. അപ്പോൾ ഈ സർജറിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് എൻ്റെ മമ്മിയെ സൗദി അറേബ്യയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ട് വന്നു. അപ്പോൾ മമ്മിയുടെ ടിക്കറ്റിനുള്ള ചിലവ്, അല്ലെങ്കിൽ മമ്മിയുടെ വിസയ്ക്ക്, അല്ലെങ്കിൽ മമ്മിയുടെ താമസത്തിനുള്ള ചിലവ്, ഇതെല്ലാം നമ്മൾ വഹിച്ചു കൊണ്ടുവന്നത് എനിക്ക് ഒട്ടും തന്നെ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്ന് കഴിഞ്ഞ് മമ്മി എന്നെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് പോകെ നമ്മൾക്ക് ഒരു കാര്യത്തിനും പൈസ ഇല്ലാതെ അങ്ങ് ആകുകയാണ്. എൻ്റെ മമ്മി കൂടെ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മളുടെ കയ്യിൽ ഒരു 10 രൂപ പോലും എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളുടെ ലൈഫ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, വളരെ വേദനയോടെ ഓർക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്ന ആർക്കെങ്കിലും ഇങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ടോ എന്നെനിക്ക് അറിയില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ല ജോലി ചെയ്യുന്ന ആളുകൾക്കല്ല എന്നുള്ളതാണ് ഞാൻ ഫിലിമിലൂടെ അല്ലെ മറ്റ് കാര്യങ്ങളിലൂടെയും കണ്ടിട്ടുള്ളത്. കാരണം മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന ഒരു ആടിനെയൊക്കെ വളർത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വരുന്ന അവസ്ഥയുടെ ഏകദേശം സെയിം അവസ്ഥയിലൂടെ ഞാൻ കടന്നുപോയ ആളാണ്. അപ്പോൾ ഞാൻ സൗദിയിൽ ഞങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിൽ, അപ്പോൾ അവിടെ സൗദിയിൽ അല്ലെങ്കിൽ ഗൾഫിൽ താമസിക്കുന്നവർക്കറിയാം, നമുക്ക് ഒരു സാധനവും ലൂസായിട്ട്, അതായത് പാക്കറ്റായിട്ട് മാത്രമേ അന്നും ഇന്നും എപ്പോഴും കിട്ടുകയുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ ചായപ്പൊടി തൂക്കി കൊടുക്കുക, പഞ്ചസാര തൂക്കി കൊടുക്കുക, അങ്ങനത്തെ രീതിയിൽ സൗദിയിൽ അന്നും കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് പാക്കറ്റായിട്ട് വേണം മേടിക്കാനായിട്ട്. അപ്പം എന്തെങ്കിലും ഒരു കാര്യം പാക്കറ്റായിട്ട് മേടിക്കാനുള്ള ഒരവസ്ഥ നമുക്കില്ല. അപ്പോൾ ഈ അരിയെല്ലാം വീട്ടിൽ തീർന്നു. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാനായിട്ട് ഒരു നിവൃത്തിയില്ല. എന്ത് ചെയ്യണമെന്നുള്ള ഒരു വല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു. മറ്റൊരു ജോലി പോയി, അതായത് സ്പോൺസറുടെ അല്ലാതെ മറ്റൊരു ജോലി പോയി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. എന്നാൽ മറ്റ് രാജ്യങ്ങളിൽ അത് വ്യത്യസ്തമാണ്. നമുക്കിപ്പോൾ ഏതെങ്കിലും ജോലി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എക്സ്ട്രാ ഇൻകത്തിന് വേണ്ടിയിട്ട് മറ്റൊരു ജോലി ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും അദ്ദേഹത്തിന് വേറൊരു ജോലി ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ല. കാരണം അവിടുത്തെ നിയമങ്ങൾ സ്ട്രിക്റ്റ് ആയതുകൊണ്ട് നമുക്ക് പോയി ഇവിടുത്തെ പോലെ എയർലൻഡിലെ പോലെ ക്യാഷ് ഇൻ ഹാൻഡ് അങ്ങനെയൊന്നും ചെയ്ത് പൈസ സമ്പാദിക്കാനായിട്ട് പറ്റില്ല. എനിക്ക് 2 കുട്ടികളാണുള്ളത്. അപ്പോൾ എൻ്റെ കുട്ടികളുടെ ഫീസ് എല്ലാം പേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എനിക്ക് മുന്നോട്ട് ഒരു കാര്യത്തിന് പോലും പൈസ സേവ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയായി. അപ്പോൾ കുഞ്ഞുങ്ങൾക്കും ആവശ്യമുള്ള ഭക്ഷണം മേടിച്ചു കൊടുക്കാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഗതികെട്ട് നമ്മളുടെ മലയാളികളുടെ ഒരു കടയിൽ, അതായത് ചെറിയ ഗ്രോസറി ഷോപ്പാണ്. അപ്പോൾ അവിടെ ഒരു ദിവസം ഞാൻ ചെന്നിട്ട് അതായത് ഒരു 20-ാം തീയതി, ഒരു മാസത്തിൻ്റെ 20-ാം തീയതിയായി. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ആ കടയിൽ ചെന്ന് അവിടുത്തെ ആളോട് പതുക്കെ, അന്ന് ഞാൻ വളരെ ചെറുപ്പമാണ്, അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു മലയാളി അയാളോട് ഞാനിങ്ങനെ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു,
പറഞ്ഞു അത് എൻ്റെ സാലറി എനിക്ക് ഈ 30-ാം തീയതി കിട്ടും, അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് സാധനങ്ങൾ ഈ കടയിൽ നിന്ന് മേടിച്ചോട്ടെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇത് ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നതാണ്, ഞാനിതിൻ്റെ മുതലാളിയോട് ചോദിച്ചിട്ട് ഞാൻ പറയാം, സിസ്റ്ററുടെ നമ്പർ കാരണം ഞങ്ങൾ ഇവിടുന്ന് അങ്ങനെ കൊടുക്കാറില്ല, ഇതുവരെ ആരും ഇവിടുന്ന് അങ്ങനെ മേടിച്ചിട്ടില്ല, കടമായിട്ട് മേടിച്ചിട്ടില്ല. അപ്പം ഞാൻ എൻ്റെ മുതലാളിയോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങളെ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനാണെങ്കിൽ ഇയാളുടെ കോളിന് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അയ്യോ സിസ്റ്ററെ, മുതലാളി സമ്മതിക്കില്ല, കാരണം ഈ കടയിൽ നിന്ന് അങ്ങനെ കൊടുക്കാനായിട്ട് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. ഭയങ്കര വിഷമം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിലും ഒരു സാധനവും കഴിക്കാനായിട്ടില്ല, ബ്രെഡ് പോലും മേടിക്കാൻ നമുക്ക് നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഞാൻ ഓർത്തു, അവിടെ നമ്മൾ ലുലു മോളിലോട്ട് പോകുന്ന വഴിയിൽ ഒരു ബംഗാളികളുടെ ഒരു കട ഞാനൊരു തവണ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാക്കിനകത്ത് അവർ സാധനങ്ങൾ നാട്ടിലെ പോലെ വെച്ചിരിക്കുന്നത് ഞാൻ പണ്ട് എപ്പോഴോ കണ്ട ഒരു ഓർമ്മയുണ്ട്. ഇങ്ങനെ ചാക്കിലെടുത്ത് അയാൾ അത് തൂക്കി കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അന്നേരം അത് ഓർത്തു. ഞാൻ ഉടനെ തന്നെ ആ കടയിലോട്ട് പോയി. ആ കടയിൽ പോയിട്ട് ആ ആളോട് പറഞ്ഞു, ഇവിടെ അരി തൂക്കി കിട്ടുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, അരി തൂക്കി തരാം, ഏതരിയാണ് വേണ്ടതെന്ന് നോക്കി. അപ്പം നമ്മുടെ നാട്ടിലെ അരി ഇല്ല അയാളുടെ കടയിൽ. അപ്പോൾ അയാളുടെ നാട്ടിലെ ഏതോ അരിയാണ്, അത് തൂക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു എത്ര കിലോ വേണം, 10 കിലോ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, 1 കിലോ മതി. അയ്യോ 1 കിലോയോ, അതെന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അല്ല, ഈ അരി നല്ലതാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ട് നല്ലതാണെങ്കിൽ ഞാൻ വന്ന് 10 കിലോ മേടിക്കാം എന്ന് പറഞ്ഞ് ഞാൻ 1 കിലോ അരി മേടിച്ചുകൊണ്ട് വീട്ടിൽ വരികയും അത് ഞങ്ങൾ കഞ്ഞി വെച്ച് കുടിക്കുകയും ചെയ്ത ഒരവസ്ഥ സൗദിയിലുണ്ട്. അപ്പോൾ സൗദിയിൽ വന്ന് കിടന്ന് പട്ടിണി കിടന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിലൊരാളാണ് ഞാൻ. അപ്പോൾ അതുപോലെ ഞങ്ങൾ ദുരിതം അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അത് ആളുകളോട് പറയുമ്പം ആളുകൾക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും, അല്ലെങ്കിൽ അവർ എന്താ പറയുന്നത്, നമ്മൾ അതിൽ കൂടെ കടന്നു പോയെന്ന്. കാരണം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടോ കൂടെ ജോലി ചെയ്യുന്നവരോടോ ഒന്നും ഈ ഒരു വിവരം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇപ്പോഴായിരിക്കും, ഈ വീഡിയോയിലൂടെ ആയിരിക്കും അവരത് അറിയുന്നത് തന്നെ. അപ്പോൾ അങ്ങനെ വളരെ മാനസിക വിഷമത്തിലും ബുദ്ധിമുട്ടിലൂടെ നമ്മൾ കടന്നു പോകും. നമ്മൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ പോലും നമുക്ക് സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് നമ്മൾ വരും. നമ്മൾക്കാകപ്പാട് എവിടെ നോക്കിയാലും കടം, അല്ലെങ്കിൽ നമുക്ക് എവിടെ നോക്കിയാലും നമുക്ക് കഷ്ടപ്പാട്, അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പറയുന്ന തെറ്റിദ്ധാരണ തന്നെയാണ്. എത്ര ഇതാണെങ്കിലും നമുക്കുള്ളിൽ ഫ്രസ്ട്രേഷൻ വരും, നമുക്കുള്ളിൽ ബുദ്ധിമുട്ട് വരും, നമ്മുടെ കയ്യിൽ ഭക്ഷണത്തിന് പോലും പൈസ എടുക്കാൻ വരാത്ത ഒരവസ്ഥയിൽ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം, എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, പണമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എവിടെയാണെങ്കിലും സർവൈവ് ചെയ്യുവാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം പണം എന്ന് പറയുന്നത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. പണക്കാരനായി ജീവിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല പണം എന്ന് പറയുന്നത്. നമ്മുടെ ആവശ്യങ്ങൾ, ഒരു രോഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, അല്ലെങ്കിൽ നമുക്ക് മറ്റൊരാളെ സഹായിക്കണമെങ്കിൽ, ഫംഗ്ഷനിൽ നമ്മൾ പങ്കെടുക്കണമെങ്കിൽ, നമുക്ക് ആ ഒരു സ്റ്റാറ്റസിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കണമെങ്കിൽ, എല്ലാത്തിനും ബേസ് പണമാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നമുക്ക് ഒരു വർഷം വേണമെങ്കിലും ജീവിക്കാം. പഴയ കാലങ്ങളിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു ഡ്രസ്സ് കീറുമ്പോഴാണ് അടുത്ത ഡ്രസ്സ് മേടിക്കുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ആ ഡ്രസ്സ് പിന്നീട് ഒരു പബ്ലിക്കിൽ ഇടാൻ തന്നെ ആളുകൾ മടിക്കുന്നു. പുരുഷന്മാരുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയുന്നത്, സ്ത്രീകളുടെ കാര്യമാണ് പറയുന്നത്. മിക്ക സ്ത്രീകളുടെയും കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ കുറേ സ്ത്രീകൾ പറയും അയ്യോ ഞങ്ങൾ അങ്ങനെയല്ല, അങ്ങനെയല്ലാത്തവരും കാണും. പക്ഷേ മിക്ക പെൺകുട്ടികൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അത് പ്രത്യേകിച്ചൊന്നുമായിട്ടല്ല, അവരുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, നമുക്ക് വേറൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണമെന്ന്. അപ്പോൾ ഇന്നത്തെ കാലത്തെ ലൈഫിൽ ചിലവ് കൂടുതലാണ്. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു മാറ്റം, നമ്മൾക്ക് എവിടെ പോകണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഏത് കാര്യങ്ങൾക്കും പണം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എക്സ്ട്രാ ഒരു ഇൻകം, അല്ലെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മണി എങ്ങനെ നമ്മളുടെ ലൈഫിൽ സമ്പാദിക്കാൻ പറ്റും എന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്നത് എൻ്റെ ഒരു ചെറിയ ഒരു ബൊട്ടിക്കിലാണ് ഇരിക്കുന്നത്. ഞാൻ അയർലൻഡിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ചെറിയ ബൊട്ടിക്കിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഈ അയർലൻഡിൽ പല ഓൺലൈൻ ബൊട്ടിക്കുകളും നിലവിലുണ്ട്. എന്നിരുന്നാൽ തന്നെയും ഷോപ്പായിട്ട് ഇപ്പോൾ ദൈവം അനുഗ്രഹിച്ച് നമ്മളുടെ ഈ ഒരു ചെറിയ ബൊട്ടിക്കാണ്
ഓഫ്ലൈൻ ഷോപ്പായിട്ട് ഉള്ളത്. അപ്പോൾ ഞാനിത് തുടങ്ങിയതിൻ്റെ കാര്യങ്ങളൊക്കെ വേറൊരു വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും സാലറി കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാ ഇത് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയുകയാണ്, നമുക്ക് ഈ സ്പെഷ്യലി അയർലൻഡിലാണെങ്കിൽ സാലറി വെച്ച് നമുക്ക് അറ്റപ്പറ്റെ ജീവിക്കാൻ പറ്റും എന്ന് മാത്രമേ ഉള്ളൂ. അതേസമയം ഗൾഫിൽ വ്യത്യാസമാണ്. നമുക്ക് എപ്പോഴും എല്ലാ മാസവും സേവ് ചെയ്യാനുള്ള മണി നമുക്ക് അവിടെ നിന്ന് കിട്ടും. എന്നാൽ യൂറോപ്യൻ കൺട്രിയിൽ വന്ന് ആരെങ്കിലും പണക്കാരായി അല്ലെങ്കിൽ അവർ ആരെങ്കിലും വലിയ റിച്ചായി എന്നുള്ളത് ഞാൻ കേട്ടിട്ട് പോലുമില്ല. കാരണം എല്ലാവരും വീട് മേടിക്കും, പക്ഷേ അത് മുഴുവനും മോർഗേജാണ് അല്ലെങ്കിൽ ലോണാണ്. എല്ലാവരും കാർ മേടിക്കും, അതെല്ലാം ലോണാണ്. നമ്മുടേതായി സ്വന്തമായി ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ പുതിയ കാർ മേടിക്കുന്ന മലയാളികൾ കൈവിരളയിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ്. പുതിയത് മേടിച്ചാലും അത് കടത്തിലാണ് മേടിക്കുന്നത്. പക്ഷേ എല്ലാം സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള കാറുകളും അല്ലെങ്കിൽ വീടുകളൊക്കെ ആണെങ്കിലും മുഴുവനും ലോണിലാണ്. ആരും റെഡി ക്യാഷ് കൊടുത്ത് വീട് മേടിക്കുന്നത്. അതും വളരെ ചെറിയ നമ്പറിലുള്ള ആളുകളാണ്. അതല്ലെങ്കിൽ നാട്ടിലുള്ള സ്വത്ത് വിറ്റിട്ട് ഇവിടെ മേടിക്കുന്നവർ, അല്ലെങ്കിൽ ഗൾഫിൽ നിന്നുള്ള സമ്പാദ്യം മുഴുവൻ എടുത്ത് വീട് മേടിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ളവർ മാത്രമാണ് ഫുൾ എമൗണ്ടിന് വീട് മേടിക്കുന്ന ആളുകൾ. അപ്പം അയർലൻഡിലാണെങ്കിലും താമസിക്കുന്ന എല്ലാ ആളുകളും കടക്കാരാണ്. ഓൾമോസ്റ്റ് എല്ലാ വൻ ബിസിനസ്സുകാരുണ്ടെങ്കിൽ അവരുടെ കാര്യം വ്യത്യാസമായിരിക്കും. എനിക്ക് അവരെ പേഴ്സണലായിട്ട് അറിയില്ല. ഞാൻ സാധാരണക്കാരെ പറ്റിയാണ് സംസാരിക്കുന്നത്. സാധാരണക്കാരെ എന്ന് പറഞ്ഞാൽ നേഴ്സസ്, അവരുടെ ഹസ്ബൻഡുമാർ, അല്ലെങ്കിൽ ചെറിയ ചെറിയ ജോലിക്ക് ആയിട്ട് ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ വിസയിൽ വരുന്ന ആളുകളുടെയൊക്കെ ലൈഫിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇൻക്ലൂഡിങ് മീ ഞാൻ പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ഒരു രീതിയിൽ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ റിട്ടയർ ആകുന്ന നേഴ്സസ് ആണെങ്കിൽ തന്നെയും എല്ലാവരും അവരുടെ ഡേ ടു ഡേ ലൈഫ് കൊണ്ടുപോകാനുള്ള കറക്റ്റ് പൈസയല്ലാതെ അവർക്ക് വലിയ രീതിയിലൊന്ന് എന്താ പറയുന്ന ഒരു എൻജോയ് ചെയ്യാനുള്ള രീതിയിലുള്ള ആ ഒരു വലിയ എമൗണ്ട് ഒന്നും അവരെ കൊണ്ട് സമ്പാദിക്കാനായിട്ട് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പോലും പറ്റില്ല. പക്ഷേ നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ നമുക്കൊരു എക്സ്ട്രാ ഇൻകം നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കുറച്ചുകൂടെ ബെറ്റർ ലൈഫ്, അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, നമ്മൾ ഇരിക്കുന്ന ലൈഫിൽ നിന്നും കുറച്ചുകൂടെ ഉള്ളൊരു ബെറ്റർ ലൈഫ് നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എത്രമാത്രം ട്രൈ ചെയ്യണം എന്നുള്ള കാര്യമാണ്. ആദ്യമായി ഞാൻ പറയുന്നത്, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളൊരു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഡെഡിക്കേഷൻ, പിന്നെ പാഷൻ, അതുപോലെ തന്നെ വളരെയധികം ഹാർഡ് വർക്കിങ്. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു സംരംഭം നമുക്ക് വിജയിപ്പിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. പെട്ടെന്നൊരു ദിവസം കൊണ്ട് നമുക്ക് പിറ്റേ ദിവസം നമുക്ക് പണം സമ്പാദിക്കാനായിട്ട് പറ്റുകയില്ല. അത് ഗ്രാജുവലിയാണ് സംഭവിക്കുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അതിന് വേണ്ടിയിട്ട് നമുക്കുള്ള സ്കില്ലിനെ നമ്മൾ യൂസ് ചെയ്യുക. നമ്മൾക്ക് എന്ത് സ്കില്ലാണോ ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയുക. ഏത് സ്കില്ലാണ് നമ്മൾക്ക് ഉള്ളത് എന്ന് വെച്ചാൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്തെടുക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എനിക്ക് ചെറുപ്പം മുതലേ തയ്ക്കാനായിട്ട് വളരെ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. അപ്പോൾ ഞാൻ ഫാഷൻ ഡിസൈനിങ് മറ്റൊരു കാര്യവും പഠിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സെല്ലാം ഞാൻ എപ്പോഴും ചെക്ക് ചെയ്യുന്ന ആളാണ്. എനിക്കത് ധരിക്കാൻ ഇഷ്ടമുള്ള ആളാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് കൈവച്ച് ഞാൻ ഡ്രസ്സുകൾ തയ്ക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അത് എനിക്ക് അണിയാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ പല രീതിയിലും എനിക്ക് അങ്ങനെ ഒരു സ്കില്ലുണ്ട് എന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയാം. ഞാൻ സൗദിയിലായിരിക്കുമ്പോൾ തന്നെയും ചെറിയതായിട്ട് പല ആളുകൾക്കും പല കാര്യങ്ങളും തയ്ച്ചു കൊടുക്കുകയും അതുപോലെ എല്ലാം ചെയ്യാറുണ്ട്. പക്ഷേ സൗദിയിലൊക്കെ നമ്മൾ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും ചെയ്യുന്നതായിട്ട് ഞാൻ കാണാറില്ല. പക്ഷേ ഞാൻ എൻ്റെ ഓഫിൻ്റെ ദിവസങ്ങളിൽ ഇപ്പം ഹോസ്പിറ്റലുകളിലാണെങ്കിലും ഞങ്ങൾ ആ ഒരു സമയത്ത് കളറിൻ്റെ ക്യാപ്പ് വെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ ക്യാപ്പ് വെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ക്യാപ്പുകൾ, അതായത് നഴ്സസും ഡോക്ടേഴ്സും ഒക്കെ, അതായത് അവിടുത്തെ ഹോസ്പിറ്റലിലെ എല്ലാ എംപ്ലോയീസും ഹോസ്പിറ്റലിൽ പ്രെമിസസിൽ അവർ ഈ കളർ പലതരമുള്ള ഫ്ലോറൽ ടൈപ്പുള്ള ക്യാപ്പുകളെല്ലാം വെയർ ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് സാധാരണ ക്യാപ്പും വെയർ ചെയ്യാറ്. അപ്പം ആ ക്യാപ്പിൽ തന്നെ ഞാൻ വളരെയധികം ചേഞ്ചസ് കൊണ്ടുവന്ന് ഞാൻ തനിയെ ക്യാപ്പ് തയ്ച്ച് വിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ കുറേ ക്യാപ്പുകൾ തയ്ക്കാനായിട്ടും അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ചെറിയ ഇൻകം
കിട്ടാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ പലർക്കും ഓൾട്ടർ ചെയ്ത് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ചില ആളുകൾക്ക് എനിക്കറിയാവുന്ന രീതിയിൽ ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു. അതുപോലെ ഞാൻ ഈ സൗദി അറേബ്യയിലെ മിക്ക പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും നമ്മുടെ ID ബാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏത് രീതിയിലാണേലും ID ബാൻഡ് ഭംഗിയായിട്ട് ഇടാം. എന്നിട്ട് അതിൻ്റെ കൂടെ നമുക്ക് ID കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിൽ നമ്മൾ പ്രത്യേകിച്ചും ഞാൻ ഏറ്റവും അധികം ഭംഗിയായി ഈവൻ ഡ്യൂട്ടിക്ക് പോയാലും നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അപ്പോൾ അവിടെ വർക്ക് ചെയ്ത കുട്ടികളിപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം, ഞാൻ എല്ലാ ദിവസവും ഓരോ തരത്തിലുള്ള കമ്മലുകൾ, കളർഫുള്ളായിട്ടുള്ള കമ്മൽ ഇടുകയും ആ കമ്മലിന് മാച്ച് ചെയ്യുന്ന ID ബാൻഡ് ഞാൻ ഇടുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ ID ബാൻഡ് നമ്മൾ പല ബീഡ്സും പല കാര്യങ്ങളും കോർത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഞാനിത് ഒരു 3-4 തവണ ഇത് ഇട്ട്, ഞാൻ നഴ്സിംഗ് സൂപ്പർവൈസർ ആയിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എല്ലാ വാർഡിൽ കൂടെ റൗണ്ട്സിന് പോകുമ്പോൾ കുട്ടികളെല്ലാം വന്ന് എന്നോട് ചോദിക്കും, അയ്യോ ചേച്ചി ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്, ഇത് എവിടെ നിന്നാണ് മേടിക്കുന്നത്? അപ്പോൾ കടകളിൽ അങ്ങനെ മേടിക്കാനായിട്ട് അവൈലബിൾ അല്ല. ഞാൻ മുത്തുകളും ബീഡ്സും അതെല്ലാം വാങ്ങിക്കൊണ്ട് വന്ന് ഞാൻ തനിയെ കോർത്തുണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്നോട് അങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ അതൊരു വൻ ബിസിനസ് പോലെ ആയി. എൻ്റെ എല്ലാ സമയവും, എനിക്ക് ഫ്രീ കിട്ടുന്ന സമയം ഞാൻ ഇത് കോർത്തുണ്ടാക്കുകയും ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കോർപ്പിക്കുകയും എല്ലാം ചെയ്ത് ഇത് വൻതോതിൽ ഞാൻ അവിടെ വെച്ച് തന്നെ ഞാൻ വിൽക്കുമായിരുന്നു. അതുപോലെ തന്നെ ചില ക്രീമുകളെല്ലാം, അതായത് കോമ്പിനേഷൻ ക്രീമുകളെല്ലാം എനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന അനുസരിച്ച് അദ്ദേഹം ഈ ക്രീം പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. അതായത് അദ്ദേഹം തന്നെ ഉണ്ടാക്കുന്ന ഒരു ക്രീമാണ്. അപ്പോൾ അദ്ദേഹം അത് എങ്ങനെയാണ് മാർക്കറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് പറഞ്ഞു തന്നു. അവിടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടറുടെ എന്താ പറയുന്നത് സപ്പോർട്ടോട് കൂടി ഞാൻ ആ ക്രീം, ആ കോമ്പിനേഷൻ ക്രീം ഉണ്ടാക്കി വിൽക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ, അല്ലാതെ പുറത്തൊരു ബിസിനസ് പോലെ നമുക്കവിടെ ചെയ്യാനായിട്ട് നിവർത്തിയില്ല. അപ്പോൾ അങ്ങനെ പറയാനാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ഫുഡ് ഉണ്ടാക്കി ഞാൻ വിൽക്കുമായിരുന്നു, ബിരിയാണികൾ അല്ലെങ്കിൽ എന്താ പറയുക സ്നാക്സുകൾ, അതെല്ലാം ഞാൻ ചെറിയ ചെറിയ രീതിയിൽ, കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമുക്കൊരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കണം എന്നുള്ള ഒരു തീവ്രമായ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എത്ര ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറായിരുന്നു. നഴ്സസ് എല്ലാം അയർലൻഡിൽ വന്നു കഴിഞ്ഞ് 2 വർഷത്തിനുള്ളിൽ നമുക്ക് സ്റ്റാമ്പ് 4 വിസ നമുക്ക് കിട്ടും, ക്രിട്ടിക്കൽ സ്കിൽ വിസ. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്ക് ബിസിനസ് ചെയ്യാനായിട്ട് പെർമിഷനുണ്ട് അയർലൻഡിൽ. അപ്പോൾ നമുക്കിങ്ങനെയൊരു സ്റ്റാമ്പിൻ്റെ ഒരു ഫെസിലിറ്റി ഉള്ളപ്പോൾ എന്തുകൊണ്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കൂടാ എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ആ ബിസിനസ്സിൻ്റെ കഥകളെല്ലാം ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അത് വിട്ടിട്ട് ഞാനിപ്പോൾ ഇത് നമ്മളുടെ കൂടെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. കാരണം നമുക്ക് ഏത് സ്കില്ലാണുള്ളത്, അതായത് അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും, അതിനെ എങ്ങനെ നമുക്ക് നല്ലതാക്കി എടുക്കാനായിട്ട് പറ്റും എന്നുള്ളത് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് നന്നായി ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ അത് നമ്മുടെ വീട്ടിൽ തന്നെ വെച്ച് ഫുഡ് ഉണ്ടാക്കി നിങ്ങളത് പുറത്തേക്ക് വിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ നമ്മൾ അവരുടെ ബർത്ത്ഡേ പാർട്ടീസ്, അവരുടെ ഹൗസ് വാമിങ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഫുഡ് നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് ലൈസൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതൊരു സ്കില്ലാണ്. നന്നായി ഫുഡ് ഉണ്ടാക്കാൻ കഴിയുക എന്ന് പറയുന്നത് അത് നമുക്കൊരു എക്സ്ട്രാ ഇൻകം തരുന്ന ഒരു കാര്യമാണ്. മറ്റാളുകളാണെങ്കിൽ അവർ കൈവച്ച് പല കാര്യങ്ങളും മേക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ചില ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കൊരു സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങളത് അഡ്വർടൈസ് ചെയ്യുവാണെങ്കിൽ അതിൽ താല്പര്യമുള്ള എത്രയോ ആളുകളുണ്ട്. അപ്പം അവർ ആദ്യമേ തന്നെ സോഷ്യൽ മീഡിയയിൽ ഇടണമെന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ അത് വെച്ച് വയ്ക്കുക. പല ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അയർലൻഡിൽ തന്നെ. അപ്പോൾ ആ ഗ്രൂപ്പുകളിലെല്ലാം നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാം ഇട്ട് നിങ്ങൾക്ക് ഓർഡർ എടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ന്യൂ ബോൺ ബേബീസിന് വേണ്ടിയിട്ട് പല ആളുകളും നിറ്റിങ് അവരത് ചെയ്ത് അങ്ങനത്തെ ഡ്രസ്സസ് എല്ലാം വിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ അഡ്വർടൈസ് ചെയ്ത് നിങ്ങൾക്ക് അതെല്ലാം ചെയ്യാവുന്നതാണ്. പിന്നെ ഏത് ജോലിയും ചെയ്യുമ്പോൾ അതിനെ കുറഞ്ഞ ജോലിയായിട്ട് നിങ്ങൾ ആരും കാണരുത്. എന്ത് ചെയ്താലും അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതൊരു എക്സ്ട്രാ
സ്കില്ലായിട്ട് മാത്രം കരുതുക. അല്ലാതെ അയ്യോ ഞാൻ ഇത്രയും പഠിച്ച് ഞാൻ മാസ്റ്റേഴ്സ് എടുത്ത് അല്ലെങ്കിൽ ഞാൻ PhD ചെയ്ത ഒരു ആളാണ്, അല്ലെങ്കിൽ ഞാൻ അത്രയും വലിയൊരു പൊസിഷനിലുള്ള ആളാണ്, എനിക്ക് തയ്ക്കാൻ പറ്റില്ല, എനിക്കത് ചെയ്യാൻ പറ്റില്ല, ഞാൻ കുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ രീതിയിൽ വിചാരിക്കുകയേ ചെയ്യരുത്. നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. നമ്മൾക്ക് അങ്ങനെ ഒരു തീവ്രമായ ഒരു ആഗ്രഹം മുന്നിലുണ്ടായിരിക്കണം. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന സമയങ്ങൾ നമ്മൾ വെറുതെ ഉറങ്ങി വേസ്റ്റ് ചെയ്ത് കളയരുത്. ആദ്യമേ തന്നെ സ്ത്രീകളാണെങ്കിൽ തന്നെ നല്ല ഉഷാറായിട്ട് നിങ്ങൾ ആ ഒരു ജോലിയിൽ തന്നെ ലിമിറ്റഡ് ആയിട്ട് പോകാതെ നിങ്ങളുടെ കഴിവുകളെ മോഡലൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് മോഡലിങ്ങിന് താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് അത് ചെയ്യാം. അതുപോലെ ചില ആളുകൾ നാട്ടിൽ നിന്ന് ഇപ്പം സ്പൗസ് വിസയിലൊക്കെ വരുന്ന ആളുകൾ അവർ നല്ല ക്യാമറാമാൻമാരോ ക്യാമറ വുമനോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ തന്നെ ഫോട്ടോസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് അവർക്ക് തന്നെ അവരുടേതായ ഒരു സ്റ്റാമ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം നല്ല ഒരു ഇൻകമാണ്, എക്സ്ട്രാ ഇൻകമാണ്. അതുപോലെ തന്നെ എന്തെല്ലാം തരത്തിലുള്ള ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്കിൽസ്, അതുപോലെ ട്യൂഷൻ എടുക്കുന്ന കാര്യമാണെങ്കിലും പിന്നെ സ്പൗസ് വിസയിൽ വരുന്ന ആളുകൾ പ്രോപ്പറായിട്ട് ജോലി കിട്ടാതെ സൂപ്പർ മാർക്കറ്റുകളിലൂടെ അവിടെ എവിടെയെല്ലാം പോയി നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർക്ക് ചില ആളുകൾ ടീച്ചേഴ്സ് ആയിരിക്കാം നാട്ടിൽ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് ട്യൂഷൻ എടുക്കാനുള്ള നല്ല കഴിവുള്ള ആളുകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഫാമിലിയിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കുക. അതൊക്കെ ഒരു വലിയ ഇൻകമാണ്. പിന്നെ ഇവിടെ നമുക്ക് കുട്ടികളെ നോക്കുന്നത് ഒരു വലിയ ചിലവുള്ള ഒരു കാര്യമാണ്. ക്രഷിലെല്ലാം വിടുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒത്തിരി പൈസ പേ ചെയ്യേണ്ടതാണ്. നിങ്ങൾക്കൊരു കുറഞ്ഞ ഒരു എമൗണ്ടിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളെ നിങ്ങളുടെ ഓഫ് ദിവസങ്ങളിൽ നോക്കുവാനുള്ള ഒരു രീതി, അതും നിങ്ങൾക്കൊരു ഇൻകമായിട്ട് എടുക്കാം. കാരണം ഇവിടെ അയർലൻഡിൽ ആരും ഒന്നും ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്കാറില്ല. നാട്ടിലൊക്കെ എന്താ പറയുന്നത്, നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും മേടിച്ചു കഴിഞ്ഞാൽ നീ ഇത് വെച്ചോടി അല്ലെങ്കിൽ ഇത് ഓക്കെ ആണെന്നുള്ള പറയും. പക്ഷേ ഞാനിവിടെ വന്ന് മിക്ക ആളുകളുടെയും കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒന്നിച്ചൊരു റെസ്റ്റോറൻറ്റിൽ പോയാൽ തന്നെ ഞാൻ എൻ്റെ പൈസ എടുക്കും, അവളുടെ പൈസ എടുക്കും, അവരുടെ പൈസ എടുക്കും. അങ്ങനെയാണ് ഈ അയർലൻഡിലെ ഐറിഷുകാരുടെ ഒരു കൾച്ചർ. അതിവിടെ വന്നു കഴിയുമ്പോൾ മോസ്റ്റ് ഓഫ് ദ ഇന്ത്യൻസും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇന്ന് എൻ്റെ പാർട്ടി, നാളെ നിൻ്റെ പാർട്ടി, അങ്ങനത്തെ രീതി നാട്ടിലെ പോലെയോ ഗൾഫിലെ പോലെയോ ഒന്നും ഞാനിവിടെ മിക്ക സ്ഥലങ്ങളിൽ എക്സെപ്ഷൻ ഉണ്ട്. എന്നിരുന്നാൽ തന്നെയും മോസ്റ്റ് ഓഫ് ദി ആളുകൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അവനവൻ്റെ പൈസ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു ഇതാണ്. കാരണം ആരുടെയും കയ്യിൽ അത്രമാത്രം എമൗണ്ട് ഇല്ല അതുപോലെ ലാവിഷായിട്ട് ചിലവാക്കാനായിട്ട്. അപ്പം ഫ്രണ്ട്സിൻ്റെ കുട്ടികളെ നിങ്ങൾക്ക് രാവിലെ മുതൽ വൈകിട്ട് നോക്കി കൊടുക്കുക. പുറത്ത് കൊടുക്കുന്നതിന് 4/1 പൈസ നിങ്ങൾക്ക് എടുത്താൽ പോലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ അവരെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സമയവും വേസ്റ്റ് ആകത്തില്ല, എന്നാൽ നിങ്ങൾക്കതൊരു എക്സ്ട്രാ ഇൻകമും ആകും. പിന്നെ മറ്റൊരു കാര്യം, ഇവിടെ ഏറ്റവും അധികം നമ്മൾ പേ ചെയ്യുന്നതാണ് ഈ ഇലക്ട്രീഷ്യൻ, പ്ലംബിങ് അങ്ങനത്തെയുള്ള ആളുകൾക്ക്. ഇവിടെ ഭയങ്കര പാടാണ് അതിൻ്റെ ലൈസൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ലൈസൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ മലയാളികൾ വളരെ കുറവാണ്. അപ്പോൾ ഈ ഐറിഷുകാരെയൊക്കെ നമ്മൾ വിളിക്കുകയാണെങ്കിൽ ഒരു ദിവസം അവർ വന്ന് അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് തന്നെ 150 യൂറോയൊക്കെ അവർ കൊടുക്കണം. അത് കഴിഞ്ഞാണ് അവരൊരു കൊട്ടേഷൻ തരുന്നത് ആ ജോലിക്ക് വേണ്ടിയിട്ട്. അത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പൈസയായിരിക്കും. അപ്പം നാട്ടിലൊക്കെ ഈ സ്കില്ലുള്ള ആളുകൾ അവർക്ക് ഇവിടെ വന്ന് ലൈസൻസ് ടെസ്റ്റ് എഴുതിയെടുക്കാനായിട്ട് പാടാണ്. പക്ഷേ അവരുടെ കയ്യിൽ ആ സ്കില്ലുണ്ടല്ലോ. അപ്പം നമ്മുടെ ഈ കൂട്ടായ്മകളിൽ, ഫാമിലികളിൽ, ചർച്ചിൽ അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പെല്ലാം മേക്ക് ചെയ്ത് നിങ്ങളുടെ ആ ഒരു സ്കില്ല് നിങ്ങൾക്ക് മറ്റുള്ളവരോട് പറയാം. എന്നിട്ട് നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിൽ പേഴ്സണലായിട്ട് ക്യാഷ് ഇൻ ഹാൻഡായിട്ട് ജോലി ചെയ്യാനായിട്ട് പറ്റും. അപ്പം നാട്ടിലത്തെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. നാട്ടിൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസാണ് നമുക്ക് ബിസിനസ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും. കാരണം നമ്മുടെ നാട് പോലെ സ്വാതന്ത്ര്യമുള്ള ഒരു നാട് ഈ ലോകത്തിലില്ല. നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാനും നമ്മൾക്കിഷ്ടമുള്ള ബിസിനസ് ചെയ്യാനും നമുക്ക് എന്തും ചെയ്ത നാട്ടിൽ ആളുകൾക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ഈ നാട്ടിലുള്ള ചില ആളുകൾ ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട്, മെസ്സേജ് ഇട്ട് ചോദിക്കുക, എനിക്ക് 1000 രൂപ തരാമോ, എനിക്ക് 5000 രൂപ തരാമോ, ഞാനൊരു വലിയ പ്രശ്നത്തിൽ നിൽക്കാം. എന്താ ചോദിക്കുന്ന? ആരോഗ്യമുള്ള നല്ല പയ്യന്മാരാണ് ചോദിക്കുന്നത്. നല്ലതായിട്ട് ജോലി എടുക്കാനായിട്ട് അവർക്ക് നല്ല കഴിവുള്ള ആളുകളാണ് ഈ പൈസ നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവനവൻ തന്നെ അവനവൻ്റേതായ പൈസ കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമുക്ക് നമ്മുടെ ജോലി പോയാൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻകം കണ്ടുപിടിക്കാനായിട്ട് നോക്കുക. അതിനുള്ള ഒരു സ്കില്ല് വളർത്തിയെടുക്കാനായിട്ട് നോക്കുക. എന്നാൽ നിങ്ങൾക്ക് മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് പറ്റും. ഞാൻ അതിൻ്റെ
ഓൺ ദ വേ ആണ്, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലാണ്. അപ്പോൾ ആ സെയിം ടൈം തന്നെ ഞാൻ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്തുക്കൾക്കും ഇതൊരു മോട്ടിവേഷനായിട്ട് തരികയാണ്. അപ്പം നമ്മുടെ ലൈഫിൽ എപ്പോഴും മുന്നോട്ട് തന്നെ നമ്മൾ ഉയരാനായിട്ട് ശ്രമിക്കുക. നമ്മൾ താഴോട്ട് പോകരുത്. നമ്മളുടെ എപ്പോഴും കഴിഞ്ഞ വർഷത്തെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷം നമ്മുടെ ബെറ്റർ ആയിരിക്കണം. എപ്പോഴും അങ്ങനെ തന്നെ ചിന്തിക്കണം. ഞാൻ പൂർണ്ണമായി ഒരു ആരോഗ്യവതിയായ ഒരാളല്ല, പക്ഷേ ഞാൻ ഫുൾ ടൈം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബിസിനസ്സും റൺ ചെയ്യുന്നുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട്. എൻ്റെ കുട്ടികൾക്കാണെങ്കിൽ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരമ്മയാണ്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ, അതായത് മാർക്കറ്റിൽ പോയി എല്ലാ സാധനവും ഞാനാണ് വാങ്ങിക്കുന്നത്. കാരണം എനിക്കത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഒരു പക്ഷേ ചോദിക്കും, എന്താണ് വീട്ടിൽ വേറെ ആരുമില്ലേ, മേടിക്കാൻ ഹസ്ബൻഡ് ഇല്ലേ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയല്ല, ഞാൻ അതിൽ ആനന്ദം കണ്ടെത്തുന്നു. അതായത് ഞാൻ പോയി മാർക്കറ്റിൽ പോയി എൻ്റെ കുട്ടികൾക്ക് അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന് ആവശ്യമുള്ള സാധനങ്ങൾ പോയി ഞാൻ തന്നെ സെലക്ട് ചെയ്ത് മേടിച്ച് ഞാൻ അവർക്ക് അത് നല്ല ഭക്ഷണമായിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന സന്തോഷം എനിക്കത് വളരെ വലുതാണ്. എൻ്റെ നെയ്ബേഴ്സിനൊക്കെ അറിയാം ഞാൻ അങ്ങനെയാണ് എന്നുള്ളത്. ഞാൻ അവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എപ്പോഴും കൊടുക്കാറുണ്ട്. അതുകൊണ്ട് അവർക്കറിയാം ഞാൻ എത്ര ബിസിയുടെ ഇടയ്ക്കാണേലും ഞാൻ ഇതെല്ലാം ബാലൻസ് ചെയ്ത് പോകാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാണ്. നമുക്കൊന്ന് വിട്ടിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. എല്ലാം നമ്മൾ ഒന്നിച്ച് മാനേജ് ചെയ്യണം. ഞാൻ ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. കാരണം ഞാൻ പലവിധ അസുഖങ്ങളുള്ള ഒരാളാണ്. ഞാൻ ഒരു ദിവസം ഇത്രയും എമൗണ്ടിൽ ഗുളിക കഴിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് നാളെയൊന്നൊരു ദിവസം നമുക്കുണ്ടോ എന്നോർത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ ഒരു വലിയ വീഡിയോ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്താൻ പറ്റുകയാണെങ്കിൽ അത് എൻ്റെ ഒരു വിജയമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ, ഇത്രയും ദൈർഘ്യമുള്ള വീഡിയോ കണ്ടിരുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുക. താങ്ക് യു.